അച്ഛാ, നമ്മുടെ ഇന്ത്യക്ക് വേറൊരു പേര് കൂടി ഇല്ലേ, ഭാരതം? ആ പേരെങ്ങനെയാ വന്ന്? ആ വളരെ നല്ലൊരു ചോദ്യമാണല്ലോ കൃഷ്ണൻകുട്ടൻ ചോദിച്ചത്. പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ ഭാരതത്തിന്റെ പാരമ്പര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു പേര് വരാനായിട്ട് വന്നത്. അത് ചെറിയൊരു കഥയുണ്ട് അതിന്റെ പിന്നിൽ. അത് നന്നായിട്ട് തന്നെ പറഞ്ഞുതരാം. നമ്മൾ ഇന്ന് കാണുന്ന ജനങ്ങൾ തന്നെ തെരഞ്ഞെടുത്ത് വോട്ട് ചെയ്തിടത്തൊക്കെ പോയി നമ്മൾ വോട്ടെടുപ്പിനൊക്കെ പോകില്ലേ, അങ്ങനെ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത സർക്കാരുകളൊക്കെ വരുന്നതിനും വളരെ മുമ്പ് നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നത്, നമ്മളെയൊക്കെ ഭരിച്ചിരുന്നത് രാജാക്കന്മാരായിരുന്നു. വലിയ ശക്തിശാലികളായിട്ടുള്ള രാജാക്കന്മാരായിരുന്നു. അത് പല പല വംശങ്ങളിൽപ്പെട്ട രാജാക്കന്മാരുണ്ടായിരുന്നു. അതിൽ ഒരു വംശമാണ് പുരുവംശം എന്നുള്ളത്. ഈ പുരുവംശത്തിൽപ്പെട്ട ഒരു ദുഷ്യന്തൻ എന്നുള്ളൊരു രാജാവുണ്ടായിരുന്നു. വളരെ കീർത്തിമാനായിരുന്നു, വളരെ ശക്തിശാലിയായിരുന്നു. അങ്ങനെ ഒരു രാജാവായിരുന്നു. ഈ രാജാക്കന്മാർക്ക് ഒരു വിനോദങ്ങൾ ഉണ്ടായിരുന്നു. അതായത് അന്ന് ഇന്നത്തെ പോലെ വിനോദോപാധികൾ ഒരുപാടൊന്നുമില്ല. ചൂതുകളി, ചതുരംഗം, അതുപോലൊരു വിനോദോപാധിയായിരുന്നു രാജാക്കന്മാരുടെ നായാട്ട് എന്നുള്ളത്. നായാട്ട് എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ? കാട് കയറിയിട്ട് കാണുന്ന രാജാക്കന്മാരുടെ മുമ്പിൽ വന്നുപെടുന്ന മൃഗങ്ങളെയൊക്കെ വേട്ടയാടി പിടിക്കല്, അത് ഒരു പ്രധാനപ്പെട്ട വിനോദമായിരുന്നു. അങ്ങനെ നമ്മുടെ ദുഷ്യന്ത മഹാരാജാവും ഇങ്ങനെ ഒരിക്കലും വേട്ടയാടാനായിട്ട് പടയാളികളെയൊക്കെ കൂട്ടിയിട്ട് കാട്ടിലേക്ക് പോയി. കുറേ സമയം ഇങ്ങനെ വേട്ടയാടൽ കഴിഞ്ഞ് രാജാവ് ആകെ ക്ഷീണിച്ച് ഇങ്ങനെ അത് തളർന്നു. അപ്പോൾ അദ്ദേഹം കാട്ടിൽ കണ്ട ഒരു ആശ്രമത്തിലേക്ക് ചെന്ന് കയറാണ്. ആശ്രമം എന്ന് പറഞ്ഞ് മനസ്സിലായോ? പണ്ട് മഹർഷിമാരൊക്കെ ധ്യാനത്തിനും തപസ്സിനൊക്കെ ആയിട്ട് കാട്ടിനകത്ത് പർണശാല കെട്ടി താമസിക്കും. അങ്ങനെ ഒരു ആശ്രമമായിരുന്നു അത്. കണ്വൻ എന്നുള്ളൊരു മഹർഷിയുടെ ആശ്രമമാണ് നമ്മുടെ ദുഷ്യന്ത രാജാവ് കണ്ടത്. അപ്പൊ ആളവിടെ ചെല്ലപ്പോ, ഈ രാജാവ് അവിടെ ചെല്ലുമ്പോ അവിടെ കണ്ണു മഹർഷിയുടെ ഒരു വളർത്തുമകളായിട്ടുള്ള ശകുന്തള മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. രാജാവിന് ആകെ അത്ഭുതമായി. കാരണം വനത്തിനകത്ത് പർണശാലയിൽ അതിസുന്ദരിയായിട്ടുള്ളൊരു ശകുന്തളയെ കണ്ടു കഴിഞ്ഞപ്പോ രാജാവ് ചെന്ന് ചോദിച്ചു, ഇത് ആരാണ്, നീ ആരുടെ മകളാണ്, എങ്ങനെയാണ് ഇവിടെ കാട്ടില് വന്നിട്ടുള്ളത് എന്നൊക്കെ വിവരങ്ങളൊക്കെ തിരക്കി കഴിഞ്ഞപ്പോൾ ആൾക്ക് മനസ്സിലായി ഇത് കണ്ണു മഹർഷിയുടെ വളർത്തുമകളായിട്ടുള്ള ശകുന്തളയാണെന്നുള്ള വിവരമൊക്കെ മനസ്സിലായി. സുന്ദരിയായിട്ടുള്ള ശകുന്തളയെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ ദുഷ്യന്ത മഹാരാജാവിന് അവളെ വിവാഹം കഴിക്കാനൊരു മോഹം വന്നു. ഈ രാജാക്കന്മാർക്ക് കാണുന്ന സുന്ദരികളെയൊക്കെ വേൾക്കാനായിട്ടുള്ളൊരു പലതരത്തിലുള്ള വിധികൾ ഉണ്ടായിരുന്നു. അതിലൊരു രീതിയായിരുന്നു ഗാന്ധർവ വിധി പ്രകാരം വിവാഹം കഴിക്കുക എന്നുള്ളത്. അങ്ങനെ കുറച്ചു കാലങ്ങൾക്ക് ശേഷം തന്റെ ചതുരംഗപ്പടയെ അയച്ച് കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊള്ളാമെന്നുള്ളൊരു നിബന്ധനയിൽ നമ്മുടെ ദുഷ്യന്ത മഹാരാജാവ് ശകുന്തളയെ വിവാഹം കഴിച്ചു. കുറച്ചു കാലങ്ങൾക്ക് ശേഷം നമ്മുടെ ദുഷ്യന്ത മഹാരാജാവിന് ശകുന്തളയിൽ ഒരു പുത്രന് ജനിച്ചു. ഒരു വളരെയധികം ഓജസ്സും തേജസ്സും ഒക്കെ ഉള്ളൊരു സുന്ദരനായിട്ടുള്ളൊരു ബാലൻ. അവനങ്ങനെ കണ്ണു മഹർഷിയുടെ ആശ്രമത്തിൽ വളരുകയാണ്. ഈ കുഞ്ഞിന് 5-6 വയസ്സൊക്കെ കഴിയുമ്പോൾ നമ്മുടെ കണ്ണു മഹർഷി ചിന്തിച്ചു, ഇത് ഒരു സാധാരണ ബാലനല്ല, രാജകുമാരനാണ്. ഈ രാജകുമാരൻ നാളെ രാജ്യം ഭരിക്കേണ്ടവനുമാണ്. അപ്പോൾ ഇവൻ തൻ്റെ ആശ്രമത്തിൽ വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ലല്ലോ. അവനെ ശാസ്ത്രവിദ്യകളൊക്കെ പഠിക്കേണ്ടതുണ്ട്. ഒരു രാജഭരണം കൈയാളാൻ രാജാവാകാൻ പാകത്തിലുള്ള പരിശീലനങ്ങളൊക്കെ കിട്ടേണ്ടതുണ്ട്. അപ്പോൾ അവനെ രാജകൊട്ടാരത്തിൽ തന്നെ വളരാനുള്ള ഒരു സാഹചര്യം ഒരുക്കേണ്ടതുണ്ട്. അത് മനസ്സിൽ കണ്ടുകൊണ്ട് തൻ്റെ കുറച്ച് ശിഷ്യന്മാരെ കൂട്ടിയിട്ട് ഈ ശകുന്തളയെയും ഈ ദുഷ്യന്ത മഹാരാജാവിന്റെ പുത്രനെയും കൂട്ടിയിട്ട് ദുഷ്യന്ത മഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞയക്കാം. അങ്ങനെ അവര് വളരെയേറെ ദൂരങ്ങൾ താണ്ടിയിട്ട് ദുഷ്യന്ത മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ ചെന്നു. ദുഷ്യന്ത മഹാരാജാവിന്റെ രാജ്യസഭയിൽ ചെന്നിട്ട് തങ്ങൾ ആരാണെന്നുള്ള സത്യം രാജാവിനെ ബോധ്യപ്പെടുത്താനായിട്ട് ശകുന്തള ശ്രമിച്ചു. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, ശകുന്തളയെയും പുത്രനെയും തിരിച്ചറിഞ്ഞ മട്ട് കാണിച്ചില്ല രാജാവ്. ശകുന്തളയ്ക്ക് വളരെയധികം വേദന തോന്നി. പക്ഷെ പല സന്ദർഭങ്ങളും രാജാവിനെ ഓർപ്പിച്ചിട്ടു. അദ്ദേഹത്തിന് അത് വ്യക്തമായിരുന്നു. മാത്രമല്ല, ഈ ശകുന്തളയെ പരിഹസിക്കാനും തുടങ്ങി. ശകുന്തളയെ കണക്കറ്റ് കളിയാക്കി. രാജസഭയിൽ ചെന്ന് ഇത് തന്റെ മകനാണെന്ന് പറയാനുള്ള ധൈര്യം നിനക്ക് എവിടുന്ന് കിട്ടി, നിനക്ക് എന്താ പറയുക, ഭ്രാന്താണോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഒടുവിൽ സഹികിട്ട്
ശകുന്തള രാജകൊട്ടാരത്തിൽ നിന്ന് മടങ്ങി പോകാൻ ഒരുങ്ങാണ്. പോകുന്നതിന് മുമ്പായിട്ട് രാജാവിന്റെ അടുത്ത് ശകുന്തള ഇങ്ങനെ പറഞ്ഞു, അങ്ങ് എന്നെ ഉപേക്ഷിച്ചോളൂ, പക്ഷെ അങ്ങയുടെ സ്വന്തം രക്തത്തിൽ ജനിച്ച ഈ മകനെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഇനി അഥവാ അങ്ങ് ഇവനെ കൈയേൽക്കാൻ തയ്യാറായില്ലെങ്കിൽ കൂടി അങ്ങേക്ക് ശേഷം ഈ രാജ്യം ഭരിക്കുന്നത് ഈ മകനായിരിക്കുമെന്ന് അസന്നിഗ്ധമായിട്ട് വളരെ എന്താ പറഞ്ഞ വളരെ ബോൾഡായിട്ടെന്ന് പറയില്ലേ, വളരെ ശക്തമായിട്ട് ഇവള് ഈ ശകുന്തള അങ്ങനെ പറഞ്ഞപ്പോ അവള് അന്തരീക്ഷത്തിൽ നിന്നൊരു അശരീരി കേട്ടെന്ന് പറഞ്ഞു. എന്താണ് അശരീരി എന്നറിയോ? ഇത് നിന്റെ മകനാണെന്നും ശകുന്തളയെ നീ വീട്ടിട്ടുള്ളതാണെന്നും, അപ്പൊ അതുകൊണ്ട് ദുഷ്യന്ത നീ ഇവരെ സ്വീകരിക്കൂ എന്നുള്ള ഒരു അശരീരിയാണ് അവിടെ അന്തരീക്ഷത്തിൽ ഉയർന്നു കേട്ടത്. അപ്പോ തന്റെ തെറ്റ് മനസ്സിലാക്കിയിട്ട് ശകുന്തളയെയും മകനെയും ദുഷ്യന്ത മഹാരാജാവ് സ്വീകരിക്കുകയാണ്. ആദ്യം കണ്ട മാത്രയില് ശകുന്തളയെയും മകനെയും തിരിച്ചറിയാതെ ഭാവിച്ചതിനുള്ള കാരണമായിട്ട് ദുഷ്യന്തൻ പറഞ്ഞത്, പെട്ടെന്ന് എവിടുന്നോ ഒരു സ്ത്രീയും കുട്ടിയും കയറി വന്ന് ഇത് അങ്ങയുടെ മകനാണെന്നും ഞാൻ അങ്ങയുടെ ഭാര്യയാണെന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ ഇതൊക്കെ സഭാവാസികൾ കേൾക്കുന്നുണ്ടല്ലോ, ഇവര് രാജാവിന്റെ സത്യസന്ധതയെ എങ്ങനെ പരിഗണിക്കുമെന്ന് ഒരു സംശയം രാജാവിന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു അപരിചിതം ഭാവിച്ചതെന്ന് ആണ് ശകുന്തളയോട് ദുഷ്യന്തൻ പറയുന്നത്. അങ്ങനെ നമ്മുടെ ദുഷ്യന്ത മഹാരാജാവിന് ശകുന്തളയിൽ ജനിച്ച ഈ പുത്രനാണ് പിന്നീട് ഭരതൻ എന്ന പേരിൽ പ്രശസ്തനായിട്ടുള്ള രാജാവായി തീർന്നത്. ആ ഭരതൻ ഭരിച്ച രാജ്യമായതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന് ഈ ഭാരതം എന്ന പേര് വരാനുള്ളൊരു കാരണം. മനസ്സിലായില്ലേ കൃഷ്ണൻ? ഓക്കെ. അപ്പോ മഹാഭാരതത്തെ കുറിച്ചുള്ള ഈ കുഞ്ഞ് ഇൻഫോർമേറ്റീവ് വീഡിയോ, അതും ഒരു കുട്ടിക്കഥാ രൂപത്തിൽ പറഞ്ഞിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമന്റിൽ കുറിക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ വരുന്ന വീഡിയോ നമുക്ക് കണ്ടുകൊണ്ടേയിരിക്കാം, മഹാഭാരത കഥകൾ കേട്ടുകൊണ്ടേയിരിക്കാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.